ഫാൻസുകാർ എങ്ങനെയാണ്? കുട്ടികളാണോ വലിയ ആൾക്കാരാണോ? 2K കിഡ്സിന് മുകളിലാണ് ഫാൻസ്. എത്രയാണ്? 2K കിഡ്സിന് പുറകിലായിട്ട് ഒരു 90 കാലഘട്ടം 90 കാലഘട്ടത്തിലുള്ളവരാണ് ഫാൻസുകാരായിട്ട്. അപ്പോൾ എന്താ 2K കിഡ്സിന് ഇഷ്ടമല്ലേ പെരേരെ? 2K കിഡ്സിന് അവർക്കൊരു ഫാൻറ്റസി ആകാംക്ഷ മാത്രമേ ഉള്ളൂ. കാരണം ആകാംക്ഷ മാത്രമേ ഉള്ളൂ. കാരണം കാണുമ്പോൾ ഒരു ഹൈ കാണിക്കുക, അടുത്ത് ചെല്ലുമ്പോൾ കളിയാക്കി വിടുക. അതൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഈ മെയിൻ നടന്മാരെ കാണുമ്പോഴും ഈ ആകാംക്ഷയും കൊണ്ട് മാന്യമായിട്ട് വിടുന്നു. പക്ഷേ ഇവര് പിറ്റേ ദിവസം മറന്നു പോകും. പക്ഷെ ഞാൻ ചിലരെ കാണുമ്പോൾ നേരത്തെ കണ്ടാലേ മനസ്സിലായോ? നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഇത്രയൊക്കെ കംഫർട്ട് ആണെന്ന് പറയാം ഈ കാര്യത്തിൽ. കാരണം നമ്മളാണെങ്കിലും ഒരുപാട് സെൽഫികൾ നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ജോയി ജോർജൊക്കെ പല സെറ്റിൽ സെൽഫി കൊടുക്കണമെന്നല്ല ഞാൻ കണ്ടു. നമ്മള് ഒരു വൈബ് അനുസരിച്ച് കൊടുക്കും. നമ്പർ ലീക്ക് ആയതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്പർ ലീക്ക് ആകട്ടെ, നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യുമല്ലോ. എത്ര പേരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യുമല്ലോ. ഇഷ്ടപ്പെടാത്ത നമ്പറാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും, കട്ട് ചെയ്യും. ഒരുപാട് പൈസകൾ വരുന്നുണ്ട് അതിനകത്ത്. ചിലര് പേയ്മെന്റ് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആവശ്യത്തിന് ഒരുപാട് മറ്റേ കല്യാണത്തിന്റെ പ്രോഗ്രാംസ് വരുന്നത് 2K കിട്ടാണ് നമ്മളെ കുറച്ചുകൂടി കുഴപ്പത്തിലാക്കുന്നത്. പക്ഷേ 2K മുകളിലുള്ള ആൾക്കാർ സ്നേഹത്തോടെ വരുവാണ്. കളിയാക്കാൻ വിളിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കളിയാക്കാൻ വിളിക്കുന്നവര് ഈ ഹണി ട്രാപ്പ് ബേസ് ആയിരിക്കും വരുന്നത്. അല്ല, അത് നമ്പർ നോക്കിയാൽ മനസ്സിലാവോ? അത് നമ്മൾ ഇന്നലെ കല്യാണ പ്രസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പഠിച്ചു. ഇന്നാള് ഒരു പ്രാങ്കുമായിട്ട് ചെയ്തു, മണവാളിൽ ചെയ്തു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ഒരു പെണ്ണ് കാണുന്ന രീതിയിൽ വന്നല്ലോ. ഒരു വീഡിയോ ആക്കി വേറൊരു പെണ്ണാണെങ്കിൽ വരുമോ? അതൊരു പ്രാങ്കിൻ്റെ ചാനലായതുകൊണ്ട് അങ്ങനെ വന്നു അല്ലേ? അല്ലെങ്കിൽ വേറൊരു നല്ലൊരു ഫാമിലിപ്പെട്ട പെണ്ണ് നമ്മൾ അങ്ങനെ പുള്ളിയെ നല്ലൊരു ഫാമിലിപ്പെട്ടതാണ്. എന്നാലും ഒരു സ്റ്റാൻഡേർഡായിട്ട് ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചുകൂടിയൊക്കെ ഹൈ ക്വാളിറ്റിയുള്ള ആൾക്കാർ വരില്ല. ഈ കണ്ടന്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ വരുള്ളൂ. വന്നല്ലോ ചെയ്തല്ലോ ഒരു പെണ്ണ് കാണല്. കാരണം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സംഭവം വന്നപ്പോൾ ഒരു തമാശയാക്കിയത്. കല്യാണത്തിൻ്റെ കാര്യം എന്തായി? അതാ കല്യാണത്തിൻ്റെ കാര്യം തമാശയല്ല. നമ്മൾ ബ്രോക്കർമാർ വഴി മാട്രിമോണി വഴിയൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്ന് കിട്ടില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ബോംബെയിൽ നിന്നാണെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും കല്യാണത്തിന് അല്ല പെണ്ണ് കാണാനായിട്ട് പോയിട്ടുണ്ടോ? ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അതല്ലേ മറ്റേ നമ്മൾ തൃശ്ശൂർ വന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ അതാണ് പ്രാങ്ക് മോഡലിൽ ചെയ്തത്. അത് പ്രാങ്ക് അല്ല, അത് പ്രാങ്കാണ് തോന്നിയില്ല ആദ്യം. റിയൽ ആയിട്ടുള്ള അല്ല, ആദ്യം പ്രാങ്കാണ് തോന്നിയില്ല. ആദ്യം എന്നോട് പറഞ്ഞത് പെണ്ണ് കാണുന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് ഫസ്റ്റ് പെണ്ണ് കാണുന്നത്. അല്ലല്ല, അത് നമുക്കറിയില്ലല്ലോ. നമുക്ക് അങ്ങനെ പ്രാങ്ക് ചാനലാണ്. പക്ഷെ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. എന്നോട് അവർ പറഞ്ഞത് പ്രാങ്ക് അല്ല, പെണ്ണ് കാണുന്ന പറഞ്ഞേ പറഞ്ഞത്. ഷൂട്ട് ചെയ്യുന്നു മാത്രമേ പറഞ്ഞത്. അങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പ്രാങ്കാന്ന് മനസ്സിലായി. അത് സാറിയില്ല. പക്ഷേ ഓൾറെഡി പെണ്ണ് കാണൽ എന്തായാലും റിയലായിട്ട് നമുക്ക് ഈ ഏപ്രിൽ മാസം മുതൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ നേരിട്ട് ഇറങ്ങുന്നുണ്ട് ജനുവരി. പെണ്ണ് കാണാൻ വേണ്ടി എന്തായാലും പോകുന്ന ഉറപ്പാണ്. അല്ല, പെരേര ഏത് പ്രായത്തിലുള്ള പെണ്ണുങ്ങളെയാണ് നോക്കുന്നത്? 20 to 30. പെരേരയുടെ വയസ്സ് 24 വയസ്സുള്ള നിങ്ങളാണ് 30 വയസ്സുള്ള പെൺപിള്ളേരൊക്കെ നോക്കുന്നത്? ആരോടെയും നമ്മുടെ 40 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ പണ്ട് നോക്കിയത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രായം ജസ്റ്റ് നമ്പർ. എന്തായാലും പെരേരൊക്കെ എന്തായാലും സ്വന്തമായിട്ട് വീടുണ്ട്. അതെ, 2 നല്ല വീടുണ്ട്. പിന്നെ എന്തായാലും അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ട്. പെരേരൊക്കെ ഇതുണ്ട്. ഒറ്റ മകനാണ്. പിന്നെ അടുത്ത മാസം തന്നെ കാർ മേടിക്കുന്നുണ്ട്. ലക്ഷറി ആണെങ്കിൽ. ഏത് കാറാണെന്ന് എല്ലാം തീരുമാനിച്ചോ? മാരുതി ആദ്യം മേടിക്കും. നമ്മൾ ഒന്ന് നോക്കിയായിരുന്നു, ഒരു കാർ നോക്കിയായിരുന്നു അല്ലേ? നമുക്ക് അഡ്വാൻസ് ഈടൊക്കെ കൊടുക്കണ്ടേ അല്ലേ? എന്തായാലും ഗൾഫ് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ 1.5 lakhs 6.5 lakhs ഒക്കെ മേടിക്കുമ്പോൾ എന്തായാലും ഒരു കാർ വാങ്ങണമല്ലോ. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്രയും പൈസ കിട്ടൂല. കാരണം നമുക്കറിയാം. കാരണം സിനിമയിൽ 10K അല്ലെങ്കിൽ 15K കിട്ടുള്ളൂ. പറഞ്ഞാൽ നൂക്കം പറഞ്ഞ് ഫസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ പൈസ ഞാൻ പറഞ്ഞു. അപ്പോൾ സിനിമ റൈറ്റർ അല്ലെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ കാരണമാണ് നമ്മൾ ഇത്രയും ഫെയിം ആയത്. പെരേരൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? കഴിഞ്ഞ ഒരു കൊല്ലം ഈ ഒരു കൊല്ലം തമ്മിൽ എന്തായാലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും ഫെയിം കൂടിയല്ലോ. ഫെയിം കൂടിയത് കൊണ്ട് ഒരുപാട് പ്രോഗ്രാംസും TV പ്രോഗ്രാംസും ഒക്കെ വരുന്നു. ക്യാഷ് വരുന്നു, അക്കൗണ്ടിലേക്ക് വരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. 1000 രൂപ വരുന്നെന്ന് പറയാം.
ലക്ഷങ്ങളിലേക്ക് വരും. കാരണം അടുത്ത മാസം മുതൽ ഗൾഫ് കൺട്രീസിൽ പ്രോഗ്രാംസ് ഉണ്ട്. ദുബായ്, ഷാർജ, ഖത്തർ, അമേരിക്ക, സിംഗപ്പൂർ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അവിടെയൊക്കെ മേടിക്കുന്നത് 1.5 ആണ് മേടിക്കുന്നത്. 1.5 ലാക്ക്.